നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടാ, വ്യാഴാഴ്ച നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാവുന്ന നമ്മൾ ഒരുമിച്ചല്ലേ തീരുമാനിച്ചത്. പക്ഷെ നിധി ഏട്ടത്തി അത് സമ്മതിക്കുന്നില്ല. നിധി പാറു, എന്താ ഇത്? എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആ പിറന്നാൾ ദിവസം നിന്റെ ഇവളുടെയും താലികെട്ട് നടത്തണമെന്നാ ജോത്സ്യർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചടങ്ങ് നടത്താൻ വാസു സമ്മതിക്കുന്നില്ല. എന്താ അമ്മ ഇത്? ഈ ചടങ്ങ് അമ്മയെ ആഗ്രഹിക്കുന്നില്ലേ? ശിവാനിയുടെ കല്യാണം നടക്കാതെ ഒരുമിച്ചൊരു ജീവിതം ആരംഭിക്കില്ലെന്ന് നിധി പ്രതിജ്ഞ എടുത്തത് നീ മറന്നോ? ഭാര്യയുടെ വാക്ക് പാലിക്കാൻ വെമ്പല് കൊണ്ട് നടക്കുകയല്ലായിരുന്നോ നീയും? ഇപ്പൊ എന്താ അഭിപ്രായം മാറിയോ? എന്റെ വാക്കിനേക്കാൾ എനിക്ക് പ്രധാനം ഗൗതമന്റെ ജീവനാണ്. അതുകൊണ്ട് പ്രതിജ്ഞ ഞാൻ അങ്ങോട്ട് മാറ്റിവെച്ചു. അതിനുള്ള പ്രായശ്ചിത്തം ഞാൻ കാട്ടിൽ അമ്പലത്തിൽ പോയി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഹരണപ്പെട്ട പ്രതിജ്ഞയുടെ കാര്യം ഇനി ആരും പറയണ്ട. പ്രതിജ്ഞ ഉപേക്ഷിച്ചെങ്കിൽ ബർത്ത്ഡേക്കാൾ പ്രധാനം താലികെട്ട് തന്നെയാണ്. ബർത്ത്ഡേ ആഘോഷിക്കാവുന്ന നീ എന്നോട് സമ്മതിച്ചതാ. ഭാര്യയുടെ വാക്ക് കേട്ട് നീ എന്നെ ചതിക്കാ? ഇതിൽ ചതിയൊന്നും ഇല്ലമ്മേ. രാവിലെ ചടങ്ങ്, വൈകിട്ട് ബർത്ത്ഡേ, രണ്ടും നമുക്ക് നടത്താം. പറ്റില്ല. സെലിബ്രേഷൻ നടക്കുമ്പോ നീ ഫുൾ എനർജിയിൽ അവിടെ ഉണ്ടാവണം. അതിന് പകല് മുഴുവൻ നീ റെസ്റ്റ് എടുത്തേ പറ്റൂ. താലികെട്ട് നടന്നാൽ പൂർവാധിക എനർജിയോടെ ഞാനും നിധിയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. അല്ല നിധി? പിന്നല്ലാതെ. ഇവരെയൊക്കെ ഞെട്ടിച്ച് മണിക്കൂറുകളോളം നമ്മൾ ഡാൻസ് ചെയ്യും. രാത്രി നമ്മൾ അടിച്ചു പൊളിക്കും. ഒന്നും നടക്കില്ല. ബർത്ത്ഡേ മാത്രം മതി. താലികെട്ട് നടന്നേ പറ്റൂ. പറ്റില്ല. പറ്റണം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നത്? ബർത്ത്ഡേ വേണോ താലികെട്ട് വേണോന്ന് നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. ദൈവഹിതം എന്താണോ അത് നടക്കട്ടെ. അത് നല്ലൊരു ഐഡിയ. ഞാൻ ഇപ്പൊ തന്നെ നറുക്ക് തയ്യാറാക്കാം. ഗൗതം, വേണ്ട. നറുക്കിടുകയാണെങ്കിൽ നീ പേപ്പർ ചുരുട്ടണ്ട. ശിവാനി ചെയ്തോളും. ശിവാനി, വേഗം 2 നറുക്കുകൾ തയ്യാറാക്ക്. ഓക്കെ ആന്റി. വിധി എന്താണെന്ന് നറുക്ക് തെളിയിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. ഗൗതമിന്റെ നമ്പര് ഗൗതമിനെ തന്നെ തിരിഞ്ഞു കുത്താൻ പോകുന്നു. ഇനി താലികെട്ട് എങ്ങനെ നടക്കുമെന്ന് എനിക്ക് കാണണം. ഗൗതമിനെ പെറ്റതല്ലെങ്കിലും ഞാനാണ് അമ്മയെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയും. പക്ഷേ ഗൗതമിന്റെ ജീവനേക്കാൾ ആന്റിക്ക് വലുത് ആന്റിയുടെ വാശിയാണ്. നറുക്ക് റെഡി. വരൂ, നമുക്ക് പൂജാവരുടെ മുൻപിലേക്ക് പോവാം. ടോസ് ഇട്ട് തീരുമാനിക്കാൻ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച് അല്ല. ഇവിടെ ഒരു നറുക്കും വേണ്ട. ഇതേ എന്റെ ഭർത്താവിന്റെ ആയുസിനെ ബാധിക്കുന്ന കാര്യമാണ്. ബർത്ത്ഡേ നടത്തണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആരൊക്കെ എതിർത്താലും വ്യാഴാഴ്ച രാവിലെ ഗൗതം എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പിറന്നാൾ ദിവസം ഗൗതം കണി കാണുന്നത് എന്റെ ചലനമില്ലാത്ത ശരീരമായിരിക്കും. ദീർഘസുമംഗലി യോഗം ഉള്ളവളാ ഞാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എന്റെ ഭർത്താവിന്റെ മരണം കാണേണ്ടി വരില്ല. പക്ഷേ വിധിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനാണ് ആന്റിയുടെ തീരുമാനമെങ്കിൽ ഗൗതമിന് മുൻപേ എന്റെ മരണം കൊണ്ട് ഞാൻ പ്രതിവിധി ചെയ്യും. ഇത്തരം കടുത്ത വർത്തമാനങ്ങൾ കൊണ്ട് നീ എന്നെ തകർക്കരുത് നിധി. നീ ഇല്ലെങ്കിൽ ഞാനില്ല.
ശിവാനിയുടെ വിവാഹത്തിന് മുമ്പ് ഞാനും നിധിയും ജീവിതം ആരംഭിക്കുന്നതാണ് അമ്മയുടെ സങ്കടമെങ്കിൽ ഒരു വാക്ക് ഞാൻ തരാം. ഞങ്ങളുടെ താലികെട്ട് നടന്നാലും ശിവാനിയെ വിവാഹം കഴിപ്പിച്ചിട്ടേ ഞാനും നിധിയും ജീവിതം ആരംഭിക്കൂ. എല്ലാവരും ഈ തീരുമാനത്തോട് തൃപ്തിപ്പെടണം. നമുക്ക് രാവിലെ താലികെട്ടും ഈവനിങ് ബർത്ത്ഡേ ഫംഗ്ഷനും നടത്താം. ശരി, അങ്ങനെയെങ്കിൽ ഒരു കണ്ടീഷൻ. ശിവാനിയുടെ വിവാഹം കഴിഞ്ഞേ നിധിയുമായിട്ടുള്ള ശാന്തി മുഹൂർത്തം നടത്തുമെന്ന് നീ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. അതിനുള്ള ആർജവം ഉണ്ടോ നിനക്ക്? ഉണ്ട്. അമ്മയുടെ തലയിൽ തൊട്ട് പ്രതിജ്ഞയെടുക്കാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ അത് നടക്കട്ടെ. ആരുടെയും തലയിൽ തൊട്ട് പ്രതിജ്ഞ എടുക്കാൻ പാടില്ല. ആന്റി ഒരു പ്രത്യേക തരം അമ്മയോ. സ്വന്തം മകൻ നാവ് കൊണ്ട് പറയുന്നത് ഒട്ടും വിശ്വാസമില്ല. തലയിൽ തൊട്ട് പറഞ്ഞാലേ വിശ്വസിക്കൂ. ഇതാണ് യഥാർത്ഥ അമ്മയും പോറ്റമ്മയും തമ്മിലുള്ള വ്യത്യാസം. യഥാർത്ഥ അമ്മ ഒരിക്കലും മകനെ കൊണ്ട് സ്വന്തം തലയിൽ തൊട്ട് പ്രതിജ്ഞ എടുപ്പിക്കില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആന്റി ഗൗതമിന്റെ അമ്മയല്ല, വെറും അപ്പച്ചിയാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. മകനെ വിശ്വാസമില്ലല്ലോ. എനിക്കിവനെ പൂർണ്ണ വിശ്വാസമാ. പിന്നെ എന്തിനാ തലയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുന്നത്? ഗൗതം പറയുന്നത് അങ്ങ് വിശ്വസിച്ചാ പോരെ? എന്നാലും മനുഷ്യനല്ലേ, ഒരു വാക്കുറപ്പിന് വേണ്ടി തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നെ വിശ്വാസക്കുറവുണ്ടെങ്കിൽ തുറന്നു പറയേണ്ടത് അമ്മയാണ്, നീയല്ല. ഞങ്ങൾ അമ്മയ്ക്കും മകനും ഇടയിൽ നിന്റെ ആവശ്യമില്ല. നമുക്കിടയിൽ ഇവളെന്നല്ല ആരും ആവശ്യമില്ല. ആരും. നീ എന്റെ തലയിൽ തൊട്ട് പ്രതിജ്ഞ ചെയ്യണ്ട. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നിന്റെ ജീവൻ രക്ഷിച്ച ശിവാനിയെ നീ ഒരു കരക്കെത്തിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ താലികെട്ട് നടക്കുമ്പോ നിധിയുടെ കഴുത്തിൽ അണിയിക്കാനുള്ള മാല ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. വെറും മാലയല്ല, കുറഞ്ഞത് 5 പവനുള്ള ഒരു മാല. ഗൗതം നിന്റെ വീട്ടുകാരെ സഹായിക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നീ ആത്മാഭിമാനം ഉള്ളവളാണെങ്കിൽ ആ സൗജന്യം സ്വീകരിക്കില്ല. എന്റെ വീട്ടുകാര് കഴിവില്ലാത്തവരാണെന്ന് സ്ഥാപിക്കാനാണ് ആന്റിയുടെ ശ്രമമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ഗൗതമിന്റെ സഹായം ഇല്ലാതെ 5 പവന്റെ മാലയുമായി എന്റെ വീട്ടുകാരിവിടെ എത്തും. എന്നിട്ടേ താലികെട്ട് നടക്കൂ. താലികെട്ടിന് അവര് സ്വർണം കൊണ്ടുവരണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാ? എന്റെ ന്യായം ഈശ്വരമംഗലത്ത് ഇങ്ങനെയാണ്. കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ല. റൊമാൻസ് മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള സ്നേഹത്തെ റൊമാൻസ് എന്ന് പറഞ്ഞ് കുറച്ച് കാണരുത്. പ്രണയവും ബഹുമാനവും വാത്സല്യവും ഒരു പരിധി കടന്ന് ഭക്തിയൊക്കെയാ എനിക്കിപ്പോ ഗൗതമിനോട് തോന്നുന്നത്. അതെന്തു പറ്റി? ഞാൻ നിന്നെ സഹായിക്കുന്ന വിധം ഒന്നും ചെയ്തില്ലല്ലോ. എന്നെ സഹായിച്ചാൽ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ? ഒരു താലിച്ചരട് എങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും ഇത്രത്തോളം ചേർത്ത് വെക്കുന്നതെന്ന് പണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം, ചേരേണ്ടവർ ചേർന്നാൽ അവർക്കിടയിൽ ഉണ്ടാവുന്നത് ഉപാധികളില്ലാത്ത സ്നേഹമാണെന്ന്. ഒക്കെ ശരിയാ, പക്ഷെ ഇതൊക്കെ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. ഗൗതം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി.
താലികെട്ടിന് മാത്രമേ തൽക്കാലം അനുവാദമുള്ളൂ. ശിവാനിയുടെ വിവാഹം കഴിഞ്ഞാലല്ലേ നമുക്ക് ഒരുമിക്കാൻ പറ്റൂ. ജോത്സ്യം പറഞ്ഞത് ദോഷം മാറാൻ ശാന്തി മുഹൂർത്തവും ഉടൻ നടക്കണമെന്നാണ്. അതുകൊണ്ടല്ലേ ആന്റിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാതെ ഞാൻ തടഞ്ഞത്. പക്ഷേ അതിപ്പോ ഞാൻ എങ്ങനെ പറയും? ഹലോ, എന്താ ആലോചിക്കുന്നത്? ഞാനേ ജോത്സ്യരങ്ങൾ പറഞ്ഞ കാര്യം ആലോചിക്കുകയായിരുന്നു. നമുക്കതൊക്കെ വിട്ടിട്ട് എന്തെങ്കിലും നടക്കാനിരിക്കുന്ന നമ്മുടെ ഹണിമൂണിനെ കുറിച്ച് സംസാരിക്കാം.